അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സെക്യൂരിറ്റി വളരെയധികം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഫോണ്, ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ. മുതിർന്നൊരു പൗരൻ, ഒരു വ്യക്തി ഇപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വീഡിയോ കോൾ വരികയാണ് വാട്സപ്പിൽ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് വീഡിയോ കോൾ ചെയ്യുന്നു. സുഹൃത്തിൻ്റെയാണ് ഏകദേശം അദ്ദേഹത്തിന് മനസ്സിലായി രൂപം കണ്ടിട്ട്. അതുപോലെ അദ്ദേഹത്തിന് വോയിസ് വരുന്നു. ഞാൻ ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, സുഹൃത്താണ് വോയിസ് അയക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷ് വേണം, ഒരു നിശ്ചിത തുക വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അയക്കാം, എന്താ പ്രശ്നം. അപ്പം അങ്ങനെ ക്യാഷ് ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് എന്ന് ഇയാൾക്കറിയാം. പക്ഷെ എന്തോ അത്യാവശ്യത്തിനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇത് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, കുറച്ചും കൂടി ക്യാഷ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതേ വോയിസിൽ വന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നെ സംശയം തോന്നിയപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തിനെ അറിയുന്ന ഒരാളായതുകൊണ്ട് സുഹൃത്തിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അപ്പോൾ സുഹൃത്ത് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഒരു റിക്വസ്റ്റ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഡീപ്പ് ഫേക്ക് എന്നുള്ളൊരു സംഗതിയാണ് അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ വേറെ ആളുടെ ഫേസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ അതേപോലെ വീഡിയോ എടുക്കാൻ പറ്റും. അതേപോലെ വോയിസ് ക്ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളറിയുന്ന ഒരാളുടെ വോയിസ് എടുത്തിട്ട് അതുപോലെ ടൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് അതേപോലെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ വേറെ ആൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ വോയിസിലേക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് വീഡിയോ കോളായിട്ടോ അതല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ നമ്മളറിയാത്ത നമ്പറിൽ നിന്ന് നമ്മളറിയുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ കൃത്യമായ വീഡിയോയും ഈവൻ അവരുടെ ഓഡിയോ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് 100% ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം AI ടൂളുകൾ അതിന് പ്രാപ്തമാണ്. നല്ല നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഓഡിയോസും വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ അപ്ഡേറ്റായി വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക.